ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വരികയാണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കുന്നവർക്ക് എന്താണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ഐഡിയ അവർക്ക് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. അതിനുവേണ്ടിയാണ് ഞാനിത് തുടങ്ങിയിരിക്കുന്നത്. മറ്റേത് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ആ എപ്പിസോഡിൻ്റെ ബാക്കിയാണിത് കേട്ടോ. അപ്പോൾ ഞാനതിനകത്ത് ഫ്രണ്ട് ഓഫീസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ കൊടുത്തു, വിശദമായിട്ട് പറഞ്ഞിട്ടില്ല അതിനകത്ത്. ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ്, അത് റെസ്റ്റോറൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൗസ് കീപ്പിംഗ് എന്ന് ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കിച്ചണുണ്ട്. കിച്ചൺ സാധാരണഗതിയിൽ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയും. ഫുഡ് പ്രൊഡക്ഷൻ ആണ് കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്നിടത്ത് പഠിപ്പിക്കുന്നത്, ഫുഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഫ്രണ്ട് ഓഫീസ് ഇതെല്ലാം ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഇതാണ് ഒരു ഹോട്ടലിൽ, ഇതില്ലാതെ ഒരു ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നിർത്തിയത് റെസ്റ്റോറൻറ്റിൽ വരുന്ന ഒരു ഗസ്റ്റിനെ എങ്ങനെ സ്വീകരിക്കുന്നു, ആ ഗസ്റ്റിനെ തൃപ്തനാക്കി നമ്മളവിടുന്ന് വിടണം. ഇതൊക്കെയാണ് ആ റെസ്റ്റോറൻറ്റിലുള്ള ഫുഡ് ആൻഡ് ബെവറേജ് മാനേജറുടെ കടമ. ഫുഡ് ആൻഡ് ബെവറേജ് മാനേജർ, F&B എന്ന് പറയും, F&B മാനേജർ. അയാളുടെ കടമയാണത്, ഫുഡ് ആൻഡ് ബെവറേജ് മാനേജർ. പിന്നെ അയാളുടെ കീഴിലായിട്ട് അസിസ്റ്റൻറ്റ് ഫുഡ് ആൻഡ് ബെവറേജ് മാനേജറുണ്ട്, റെസ്റ്റോറൻറ്റ് മാനേജറുണ്ട്, പിന്നെ ക്യാപ്റ്റൻ, അങ്ങനെ പല ഡിവിഷൻസ് താഴോട്ട് ഉണ്ട്. പിന്നെ വെയിറ്റേഴ്സ് എല്ലാം വരുന്നുണ്ട്, ട്രെയിനീസ് ഉണ്ട് അതിന് താഴെയായിട്ട്. അപ്പോൾ ഇങ്ങനെയൊരു ഹൈറാർക്കിയാണ് അവിടെയുള്ളത്, റെസ്റ്റോറൻറ്റിലുള്ളത്. ഞാനത് വിശദമായിട്ട് ഇപ്പം ജനറൽ ഇൻട്രൊഡക്ഷനായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞത് ഒട്ടും ടച്ച് ചെയ്യാത്തത് പ്രൊഡക്ഷനാണ്, ദറ്റ് ഈസ് ദ കിച്ചൺ. അതും ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് മാനേജറുടെ കീഴിലാണ് അതും വരുന്നത്. പക്ഷേ അവിടെ ഒരു എക്സിക്യൂട്ടീവ് ഷെഫുണ്ട് കേട്ടോ. അയാൾ പക്ഷേ ഹീസ് എൻ എക്സിക്യൂട്ടീവ്. പക്ഷേ ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് മാനേജർക്ക് അയാളുടെ മേൽ ആധിപത്യം ഉണ്ട് എന്നാണേലും. കാരണം അതങ്ങനെയാണ് പറയുന്നത്, ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് രണ്ടും പെടും, അത് സർവീസും പെടും കിച്ചണും പെടും. പക്ഷേ എക്സിക്യൂട്ടീവ് ഷെഫ് എന്ന് പറയുന്നത് അയാൾ ഇൻഡിപെൻഡൻ്റ്, അയാൾക്ക് തീരുമാനങ്ങൾ എടുക്കാം. കിച്ചനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പ്രൊഡക്ഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, എന്തൊക്കെ മെനു വേണം അവിടെ, ഏതെല്ലാം സാധനങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത്, ഗസ്റ്റിന് കൊടുക്കേണ്ടത്, എന്തെല്ലാം കിച്ചൺ അവിടെ വേണം, ഇങ്ങനെയൊക്കെ അയാൾക്ക് തീരുമാനം എടുക്കാം. ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് മാനേജറോട് ചോദിച്ച് വേണം ഇതൊക്കെ ചെയ്യാമെന്ന് മാത്രം. രണ്ടുപേരുടെ ആലോചനയാണ് ഇതിനകത്ത്. അവർ ഒരുമിച്ചിരുന്ന് ആലോചിക്കും ഇതിനെക്കുറിച്ച്. അങ്ങനെയാണ് സാധാരണ ഹോട്ടൽസിലൊക്കെ നടക്കുന്നത്. പിന്നെ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 റൂമുകൾ തുടങ്ങി 5000 റൂമുകൾ, അതിൽ കൂടുതൽ റൂമുകളുള്ള ഹോട്ടൽസുമുണ്ട്. 5000 റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത. ലാസ് വേഗാസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അമേരിക്കയിൽ ഹോട്ടൽസ് ഇങ്ങനെ അത് ചൂതുകളി എന്ന് പറയുന്ന കാര്യം കേട്ടിട്ടില്ലേ? ഈ ലാസ് വേഗാസ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഈ സിറ്റി ചൂതുകളിക്ക് വളരെ പേര് കേട്ടത് ഒരു സിറ്റിയാണത്. അപ്പോൾ അവിടെ ധാരാളം ആളുകൾ അവിടെ വരും. ലാസ് വേഗാസിൽ വന്നിട്ട് അവിടെ ഹോട്ടൽസിൽ താമസിക്കണമെന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ ചൂതുകളി ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ അവിടെ താമസിക്കുന്നവരുണ്ട്. അവിടെ താമസിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് രാത്രികളൊക്കെ ഇരുന്നായിരിക്കും ഈ ചൂതുകളി ചെയ്യുന്നത്. കാശ് ഉണ്ടാക്കുന്നവരുണ്ട്, കാശ് പോകുന്നവരുണ്ട് ഇതിനകത്ത്. അമേരിക്കയിൽ അത് വളരെ കോമൺ ആണ്. അങ്ങനെ ലാസ് വേഗാസ് എന്ന് പറയുന്ന ആ സിറ്റി ഇതിന് വളരെ പേര് കേട്ടതാണ്. അവിടെ ഉണ്ട് 2500, 3000, 5000 ഒക്കെ റൂംസുള്ള ഹോട്ടൽസുണ്ട്. ഇതൊക്കെ ഫുള്ളാണ്. കാരണം അത്രമാത്രം തിരക്കാണ് അങ്ങോട്ട്. ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ അത്രമാത്രം കൂടുതലാണ് ഈ പറയുന്ന സിറ്റിയിൽ. അങ്ങനെ ലോകത്തെ പല സ്ഥലങ്ങളിലായിട്ട് വലിയ വലിയ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. ഇതിന് സ്റ്റാർ കാറ്റഗറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്റ്റാർ കാറ്റഗറി നമ്മൾ സ്റ്റാർ ക്ലാസിഫിക്കേഷൻ കമ്മിറ്റി, HRACC എന്ന് പറയും, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ക്ലാസിഫിക്കേഷൻ കമ്മിറ്റി, HRACC, അവരാണ് ഇത് നടത്തുക. അതിനകത്ത് 4 മെമ്പേഴ്സുണ്ട്. 4 മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 4 ഡിഫറെൻറ്റ്
ഏരിയയിൽ നിന്നുള്ള മെമ്പേഴ്സാണ് വരുന്നത്. ഉദാഹരണത്തിന് DOT, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. 5 സ്റ്റാർ കാറ്റഗറി ഹോട്ടൽസ് സെൻട്രൽ ഗവൺമെൻറ് തന്നെ വരണം, DOT. പിന്നെ ഉള്ളത് ഈ ട്രാവൽ ഏജൻറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഗവൺമെൻറ്റിൻ്റെ. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളുണ്ട്, അതല്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി, അതിൽ നിന്നുള്ള പ്രിൻസിപ്പൽസ് ആയിരിക്കും സാധാരണ വരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഈ ക്ലാസിഫിക്കേഷൻ കമ്മിറ്റിയിൽ വരും. FHRAI, ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, FHRAI, ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, FHRAI, അതിൽ നിന്ന് മെമ്പേഴ്സ് വരും. ഇങ്ങനെ കുറച്ച് പേര് ചേർന്ന ഒരു കമ്മിറ്റിയാണ് ഈ HRACC എന്ന് പറയുന്നത്. ഇവരാണ് ഹോട്ടൽ ക്ലാസിഫിക്കേഷനായിട്ട് വരുന്നവർ. അതിങ്ങനെ 5 സ്റ്റാർ ഡീലക്സ് തുടങ്ങി താഴോട്ട് 1 സ്റ്റാർ വരെയുള്ള ഹോട്ടൽസ് ക്ലാസിഫൈ ചെയ്യും. എവരി 3 ഇയേഴ്സ് എന്നുള്ളതായിരുന്നു, ഇപ്പം 5 ഇയേഴ്സ് ആക്കിയെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയുണ്ട്. അപ്പം എവരി 3 ഇയേഴ്സിൽ ഈ പറഞ്ഞ പോലെ അത് റിന്യൂ ചെയ്യണം. ഇപ്പോൾ 5 ഇയേഴ്സാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ 5 ഇയേഴ്സിൽ അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആ ഹോട്ടൽ ആ ക്ലാസിഫിക്കേഷൻ കമ്മിറ്റി വന്നു കഴിയുമ്പം അവർക്കൊരു ക്വസ്റ്റ്യനെയർ ഉണ്ട് അവരുടെ കയ്യിൽ. അത് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റുകാരുടെ ഹോട്ടൽസിലും കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് അത് ഫുൾഫിൽ ചെയ്യണം. അവർ വന്ന് നോക്കുമ്പോഴും അവർ എക്സ്പേർട്സാണ്. ഞാൻ പറഞ്ഞില്ല, ഇത്രയും കമ്മിറ്റിയിൽ നിന്നുള്ള പല എക്സ്പേർട്സാണ് വരുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജിലെ പ്രിൻസിപ്പൽ എന്നൊക്കെ പറയുമ്പോൾ അവർ എക്സ്പേർട്സാണ് ഇതിനെക്കുറിച്ച്. എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരാണല്ലേ വരുന്നവർ. പിന്നെ മറ്റ് ഞാൻ പറഞ്ഞില്ല, FHRAI ഉണ്ട്, ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അവരുണ്ട്, അവരിലും ഉണ്ട്. പിന്നെ മറ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം, അവരത്രയും വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതിനകത്തുള്ള എക്സ്പേർട്സ് വന്നിട്ടാണ് ഈ ഹോട്ടലിൻ്റെ ഈ ക്വസ്റ്റ്യനെയർ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഹോട്ടൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വിമ്മിംഗ് പൂൾ ഇല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ കൊടുക്കത്തില്ല 5 സ്റ്റാറായിട്ട്. അങ്ങനെയുള്ള ഹോട്ടൽസ് ട്രിവാൻഡ്രത്തും ഉണ്ട്. ഞാൻ താമസിക്കുന്ന ട്രിവാൻഡ്രത്താണ്, അവിടെ ഉണ്ട് അങ്ങനെയുള്ള ഹോട്ടൽസ്. അവർക്ക് 5 സ്റ്റാർ വേണമെന്നുണ്ട്, പക്ഷേ അത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് 5 സ്റ്റാറായിട്ട് കൊടുക്കുകയുള്ളൂ. അതാണ് HRACCയുടെ തീരുമാനം. അങ്ങനെ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ ഒരു സ്ഥലത്തേക്ക്, ഒരു ഏരിയയിലേക്ക്, ഒരു സെക്ടറിലേക്കായിരിക്കും ഹോട്ടൽ ഈ ക്ലാസിഫിക്കേഷൻ കമ്മിറ്റി വരുന്നത്. അപ്പോൾ അവിടെയുള്ള ഹോട്ടൽസ് എല്ലാം ഇതിനുവേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് അവർ ആ ക്ലാസിഫിക്കേഷൻ അവിടെ നടത്തും. ക്ലാസിഫിക്കേഷൻ നടത്തി എല്ലാവരും ഇന്ന് ജയിക്കണമെന്നില്ല. കാരണം അവർ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും, ഉദാഹരണത്തിന് ഒരു ഞാൻ ഒരു ഹോട്ടലിൻ്റെ GM ആയിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് അന്ന് 8 ഹോട്ടൽസ് 9 ഹോട്ടൽസ് ഉണ്ടായിരുന്നു. 9 ഹോട്ടൽസിൽ 8 ഹോട്ടൽസും ഫെയിൽ ചെയ്തു HRACC വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിലൊരു ഹോട്ടൽ മാത്രമേ അവിടെ വിജയിച്ചുള്ളൂ. ഒരു ഉദാഹരണം പറയും. ഒരു ഹോട്ടലിൽ ചെന്ന് അവർ പെസ്റ്റ് കൺട്രോൾ ബാക്ക് ഏരിയയിലൊക്കെ പോയി നോക്കിയപ്പോൾ അവിടെ ഇറ്റ് വാസ് നോട്ട് വെരി ക്ലീൻ. പിന്നെ അത് മാത്രമല്ല, പെസ്റ്റ് കൺട്രോൾ ശക്തമായിട്ട് അവിടെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അവർ നോക്കും. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കമ്മിറ്റി മെമ്പറുടെ ഈ പാൻസ് ഇട്ടിട്ടുണ്ടല്ലോ, അതിനിടയ്ക്കൂടെ വന്നിട്ട്, കാലിൻ്റെ ഇടയ്ക്കൂടെ അങ്ങനെ വന്നിട്ട് ഒരു എലിയെ വന്ന് കടന്നുപോയി. പോരെ, അവിടെ അവരുടെ ഇടപാട് തീർന്നു. അതോടെ അവർ ഫെയിലായിപ്പോയി. കാര്യം എന്നൊക്കെ നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും വെൽ ട്രെയിൻഡ് സ്റ്റാഫായിരിക്കണം. നന്നായിട്ട് അവർ ഇംഗ്ലീഷ് സംസാരിക്കാനും മറ്റ് ലാംഗ്വേജ് സംസാരിക്കാനുള്ള സ്റ്റാഫ് വേണം. ഉദാഹരണത്തിന് റിസപ്ഷനിൽ തന്നെ പല ലാംഗ്വേജ് സംസാരിക്കുന്നവർ, നന്നായിട്ട് ഗസ്റ്റിനെ റിസീവ് ചെയ്യാൻ കഴിവുള്ളവർ, ഇവരൊക്കെയാണ് അവിടെ റിസപ്ഷനിൽ വേണ്ടവർ. അത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിസപ്ഷനിൽ. ഓക്കെ, അവരാണ് ദ ഹബ്ബ് ഓഫ് ദ ഹോട്ടൽ എന്ന് പറയുന്നതാണ് ഈ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഹബ്ബ് ഓഫ് ദ ഹോട്ടൽ. അവിടെയാണ് ഈ ആദ്യം ഗസ്റ്റ് വരുന്നതും അവരുടെ ആവശ്യങ്ങളൊക്കെ പറയുകയും, റൂം റിസർവ് ചെയ്യാത്തവർ, വാക്കിൻ ഗസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവർ വന്ന് റൂം എടുക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം നമ്മൾ നേരത്തെ റിസർവ് ചെയ്ത് വരുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് നേരത്തെ അത് പറഞ്ഞ് അതിൻ്റെ പണമൊക്കെ അടച്ച് വരുന്നവരുണ്ട്. അവർക്ക് പിന്നെ എളുപ്പമുണ്ട്. പിന്നെ ഈ 12 noon ചെക്ക് ഇൻ ആൻഡ് ചെക്കൗട്ട്, അതുപോലെ തന്നെ 24 hours ചെക്ക് ഇൻ ചെക്കൗട്ട്, ഇതെല്ലാം പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഒരു ഹോട്ടലിൽ പോകുമ്പോഴേ നേരത്തെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അത് ഏത് കാറ്റഗറിയാണിത്, നിങ്ങൾക്ക് ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂം ഉണ്ട് അവിടെ കേട്ടോ. അതെല്ലാം ഞാനിപ്പോൾ
ഒരു ഇൻട്രൊഡക്ടറി ടോക്കാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബേസിക്കായിട്ട് അതിലേക്ക് വരും ഞാൻ. അപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, കുറച്ച് ചെറുതായിട്ട് സൂചിപ്പിച്ചായിരുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്കൊരു ഗ്രാഹ്യം വേണം. ഞാൻ ഹോട്ടൽ മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പല VIP-കൾ വരുമായിരുന്നു അവിടെ. അപ്പോൾ അവരൊക്കെ ആയിട്ട് കണ്ടുമുട്ടാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ച്. ഞാൻ കേരളത്തിലല്ലായിരുന്നു, ഞാൻ ഇന്ത്യയിൽ വേറൊരു സ്ഥലത്തായിരുന്നു അന്ന് ഞാൻ GM ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നല്ല VIP-കളായിട്ടുള്ള ഫിലിം സ്റ്റാർസ് അങ്ങനെയൊക്കെ ഉള്ളവരാണ് പ്രധാനമായിട്ടുള്ളവർ. പിന്നെ മിനിസ്റ്റേഴ്സ്, ഗവൺമെൻറ്റിൽ നിന്നുള്ളവരൊക്കെ ഇങ്ങനെ വരും. അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാനൊക്കെയുള്ള ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ അവസരമാണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നവർക്ക് ഉള്ള ചില നല്ല അവസരങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് VIP-കളൊക്കെ ആയിട്ട് പരിചയപ്പെടുക. അവർക്ക് നല്ല സാലറി അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് വരുന്നവർക്ക് അത് അവരുടേതായിട്ടുള്ള ജോലികൾ. അതിനകത്ത് എല്ലാം ഇങ്ങനെ കംപ്ലീറ്റായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഒരു വിഭാഗമാണ് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വെൽ പ്ലാൻഡാണ് കേട്ടോ. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വേറെ സെക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഫ്രണ്ട് ഓഫീസ്, ഹൗസ് കീപ്പിംഗ്, ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് ആൻഡ് കിച്ചൺ, ഫുഡ് പ്രൊഡക്ഷൻ, അങ്ങനെയാണ് അതിന് പ്രധാനമായിട്ട് തിരിച്ചിരിക്കുന്നത്. പിന്നെയുണ്ട് വേറെ ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റ്, ഓക്സിലറി ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയും. അത് എന്നതൊക്കെയായിരിക്കും ഓക്സിലറി ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടത്? ഉദാഹരണത്തിന് ഇപ്പം പിന്നെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ ഒരു മെയിൻ്റനൻസ് എഞ്ചിനീയർ കാണും. അയാളുടെ കീഴിൽ പ്ലംബിങ്, എയർ കണ്ടീഷനിങ്, പിന്നെ കാർപ്പൻട്രി, ഇങ്ങനെയുള്ള പല ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആ എഞ്ചിനീയറാണ്. അത് നല്ല അറിവുള്ളൊരു എഞ്ചിനീയർ ആയിരിക്കണം. ഇതിനെക്കുറിച്ച് അറിവ് എല്ലാ രീതിയിലും, എയർ കണ്ടീഷനിങ് അതിനെപ്പറ്റിയും ഞാൻ പറഞ്ഞല്ലോ, ഓരോ കാര്യങ്ങൾ ഒരു ഹോട്ടലിൽ എന്തെല്ലാം ആവശ്യമുണ്ട് അത് മുഴുവൻ ഇയാൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് അയാൾ കാരണം പല റൂമുകളിൽ നിന്നും കംപ്ലൈൻറ്റുകൾ വരാം. എൻ്റെ AC വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തൊരു കാർപ്പൻറ്ററി സംബന്ധമായ ഒരു പ്രശ്നം, അല്ലെങ്കിൽ TV വർക്ക് ചെയ്യുന്നില്ല. ഉടനെ അതിനുള്ള എക്സ്പേർട്സിനെ ഇയാളാണ് അത് അറേഞ്ച് ചെയ്ത് അയക്കുന്നത്. പിന്നെ അത് ഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ അറേഞ്ച്മെൻറ്റുകളൊക്കെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയെങ്കിൽ ഒരു ഹോട്ടലിൽ പിന്നെ നല്ലൊരു പേര് വരുള്ളൂ, കൂടുതൽ ഗസ്റ്റുകൾ അങ്ങോട്ട് വരുള്ളൂ. ദ ഗസ്റ്റ് ഈസ് ഓൾവേസ് റൈറ്റ് എന്നുള്ള ഒരു മുദ്രാവാക്യമുണ്ട് നമ്മുടെ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ. അപ്പോൾ പഠിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കും, ദ ഗസ്റ്റ് ഈസ് ഓൾവേസ് റൈറ്റ്. അപ്പം അവരോട് നമ്മൾ തർക്കിക്കാൻ പോകാനോ അല്ലെങ്കിൽ അവരോട് വാക്കാതെ നടത്താനൊന്നും നമ്മൾ ആരുമല്ല. കാരണം അവരെ ഡിപ്പെൻഡ് ചെയ്താണ് ഒരു ഹോട്ടലിൽ പോകുന്നത് തന്നെ. അപ്പോൾ അതനുസരിച്ച് വേണം ഗസ്റ്റുകളോട് ഇടപെടാനും അവർക്ക് കൊടുക്കേണ്ട പിന്നെ ആതിഥേയത്വം, അവരെ റെസ്പെക്റ്റ് ചെയ്യുക, അവർക്ക് ഒരു കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അല്ലാതെ അവരുടെ തട്ടിക്കയറുന്ന ചില പിന്നെ ഇങ്ങനെയുള്ള സ്റ്റാഫിനെ ഞാൻ കണ്ടിട്ടുണ്ട്. തട്ടിക്കയറുന്ന സ്റ്റാഫിനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണത്. ഈ ഗസ്റ്റിനോട് തട്ടിക്കയറുന്നത് വെരി ബാഡാണ്. കാരണം ഞാനും ഹോട്ടൽ GM ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രിൻസിപ്പലായിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. സീനിയർ ലെക്ചററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ഞാൻ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് ഇൻഡസ്ട്രിയും അറിയാം, ടീച്ചിങ്ങും അറിയാം, അക്കാഡമിക് സൈഡും അറിയാം. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പൂർണ്ണമായിട്ടൊന്നും ആയിട്ടില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ, നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കിക്കൊള്ളുക. അതിനുശേഷം പിന്നെ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട് തിരിച്ച് സെക്ഷനായിട്ടൊക്കെ തിരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ ഇപ്പം നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്താണ്, അതുകൊണ്ട് അത് പഠിച്ചുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അറ്റ്ലീസ്റ്റ് ഇത് കേൾക്കുന്നതുകൊണ്ട് കുറച്ച് അറിവുകളും കിട്ടുമല്ലോ നമുക്കല്ലേ, ഇതിനെപ്പറ്റി അറിവില്ലാത്തവർക്ക്. ഹോട്ടൽ ക്ലാസിഫിക്കേഷനെ പറ്റി ഞാനിപ്പോൾ പറഞ്ഞില്ലേ, അതും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് പക്ഷേ അറിഞ്ഞിരിക്കണം നമ്മൾ. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിഞ്ഞിരുന്നാലേ നമുക്ക് ഈ സമൂഹത്തിൽ, സൊസൈറ്റിയിലൊക്കെ ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്താ കേട്ടോ, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്. ഞാനോട് പോയി അവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. പണ്ട് എന്നെ ആരോ ഇൻവൈറ്റ് ചെയ്തു, ഞാനോട് പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും എനിക്കറിയത്തില്ല അവിടുത്തെ കാര്യങ്ങൾ. അങ്ങനെ നമ്മളൊരിതാകണ്ടെന്നേ, നമുക്കെല്ലാ കാര്യങ്ങളും അറിയാം. ഒരു ബേസിക്കായിട്ടുള്ളൊരു നോളജ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഉറപ്പായിട്ടും നമുക്കൊരു കോൺഫിഡൻസ് കാണും. അതാണ് ഞാൻ
ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ തന്നെ വെച്ചത്. എനിക്കുള്ള അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ അത്. അപ്പോൾ അത് പൊതുജനങ്ങൾക്ക് അതൊരു ഉപകാരപ്രദമായി. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ തന്നെ പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷ് വേണമെങ്കിൽ പറയാം. ഇംഗ്ലീഷിലാണ് ഞങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ ഇംഗ്ലീഷിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് ഇൻ ഇംഗ്ലീഷ്. ജർമ്മനി ചെന്ന മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് ഇൻ ജർമ്മൻ. പിന്നെ ചില അഡീഷണൽ ലാംഗ്വേജൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾ ജർമ്മൻ ലാംഗ്വേജാണ് അഡീഷണൽ ലാംഗ്വേജായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. വേറെ ചില സ്ഥലങ്ങളിൽ ഫ്രഞ്ച് ആയിരിക്കും പഠിപ്പിക്കുന്നത്. ഫ്രഞ്ച് പഠിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം ഒത്തിരി ഫ്രഞ്ച് ടേംസ് വരും അതിനകത്ത്. എസ്പെഷ്യലി ഫുഡ് ആൻഡ് ബേവേജ് സർവീസിൽ, കിച്ചണിൽ ഒത്തിരി സാധനങ്ങളുടെ പേരൊക്കെ ഫ്രഞ്ചിലാണ് പറയുന്നത്. അപ്പോൾ ആ ഫ്രഞ്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബേവേജ് സർവീസിൽ തന്നെ പിന്നെ വൈനിനെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. വൈൻ, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വൈൻ, മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ വൈൻ പിന്നെ കുടിക്കുന്നവരാണ് ഇറ്റലിക്കാർ, പിന്നെ ഫ്രഞ്ചുകാരും. സോ അത് ഏറ്റവും കൂടുതൽ ബിയർ കുടിക്കുന്നവർ ജർമ്മൻകാരാണ്. ഇതൊക്കെ നമുക്കൊരു നോളജ് വേണം. ബിയറൊക്കെ എന്നതാണ്, എവിടുന്നാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഒരു നോളജ് ഇരിക്കുന്നത് നല്ലതല്ലേ. അത് ഇതിനകത്ത് ഇനി വരും. ഇനിയുള്ള എപ്പിസോഡുകൾ അത് ഞാൻ പിന്നെ കൂടുതലായിട്ട് ആഴത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വരുത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. എപ്പിസോഡ് 1 കഴിഞ്ഞു. എപ്പിസോഡ് 2 ഞാൻ പ്രവേശിച്ചു. ഇനിയും എപ്പിസോഡ് 3, 4 അങ്ങനെ ചെയ്തു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു ബേസിക്കായിട്ടുള്ളൊരു അറിവ് ഇതിനെപ്പറ്റി ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഐ താങ്ക് യു.